ഉം സുഹൃത്തുക്കളെ, ഈ ആഴത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക് കാരണം നിങ്ങളുടെ ശരീരമല്ല എന്ന്. അതൊരു നല്ല ചോദ്യമാണ്, അല്ലേ? മറിച്ച് ഈ ശരീരം മാത്രമാണ് നിങ്ങൾ എന്ന ഒരു വലിയ തെറ്റിദ്ധാരണയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? സത്യത്തിൽ അത് കേൾക്കുമ്പോൾ ആദ്യം ഒരു ചെറിയ അതിശയോക്തിയായിട്ട് നിങ്ങൾക്ക് തോന്നാം. കാരണം നമ്മൾ എപ്പോഴും ഭൗതികമായ കാര്യങ്ങളെയാണല്ലോ കുറ്റം പറയുക. അതെ അതെ, കൃത്യമായി പറഞ്ഞാൽ ആ ഒരു ആശയമാണ് നമ്മൾ ഇന്ന് ഈ ചർച്ചയിൽ പരിശോധിക്കുന്നത്. വേദാതിരി മഹർഷിയുടെ ഇമ്പ വാഴ്ക്കൈ, അതായത് സന്തോഷകരമായ ജീവിതം എന്ന പ്രഭാഷണത്തിലെ ചില രേഖകളാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത്. ശരിയാണ്. ഇതൊരിക്കലും വെറുതെ കുറച്ച് തത്വചിന്തകൾ പറഞ്ഞു പോകാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയല്ല കേട്ടോ. നമ്മൾ നോക്കുന്നത് മനുഷ്യന്റെ മനസ്സ്, പിന്നെ ഈ ഭൗതിക ശരീരം, നാം ജീവിക്കുന്ന സമൂഹം, ഇവ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണെന്നാണ്. കൃത്യം. ഇപ്പോഴത്തെ ഈ ഇൻഫർമേഷൻ ഓവർലോഡിൽ നിന്ന് മാറി ഏറ്റവും വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുള്ള ഒരു വഴിയായാണ് നമ്മൾ ഇതിനെ സമീപിക്കുന്നത്. തീർച്ചയായും. അപ്പോ ഈ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ മനസ്സിലുള്ള ചില മുൻവിധികൾ മാറ്റിവെക്കുക എന്നതാണ്. സന്തോഷം എന്ന് പറയുന്നത് വെറും പണമോ പ്രതാപമോ ഒക്കെയാണെന്നുള്ള ഒരു ചിന്തയില്ലേ? അതെ, ആ ഒരു ചിന്ത നമ്മൾ ആദ്യം തന്നെ ഒന്ന് മാറ്റിവെക്കേണ്ടി വരും. കാരണം ഈ കുറിപ്പുകൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു തലത്തിൽ ചിന്തിക്കാനാണ്. നമ്മുടെ അസ്തിത്വത്തെ തന്നെ ഇത് ചോദ്യം ചെയ്യുന്നുണ്ട്. ആക്ച്വലി അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. ഇപ്പോ ഈ കുറിപ്പുകൾ വായിച്ചപ്പോൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിന്റെ ഘടനയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത്, നിങ്ങളുടെ മനസ്സിന്റെ മറ്ററ്റം ബോധവാനായ സർവശക്തനായ ദൈവമാണ് എന്നൊരു വരി അവിടെയുണ്ട്. അതെ, വളരെ ശക്തമായ ഒരു വരിയാണത്. ഞാൻ ഇതിനെ ഇപ്പോഴത്തെ ഒരു സാഹചര്യവുമായി ബന്ധിപ്പിച്ചൊന്ന് ചോദിക്കട്ടെ. ഇപ്പോ നമ്മുടെ മനസ്സിനെ നമ്മളൊരു സ്മാർട്ട് ഫോൺ ആയിട്ട് സങ്കല്പിക്കുകയാണെന്ന് വെക്കുക. ആ ഫോൺ യഥാർത്ഥത്തിൽ പൂർണ്ണമായും സ്വതന്ത്രമല്ലല്ലോ. ഒരിക്കലുമല്ല, അതിനൊരു നെറ്റ്വർക്ക് വേണമല്ലോ. അതെ, അതിന്റെ ഡേറ്റയും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും എല്ലാം അദൃശ്യമായ ഒരു വലിയ ക്ലൗഡ് നെറ്റ്വർക്കുമായി എപ്പോഴും കണക്റ്റഡ് ആണ്. അപ്പോ ഈ ക്ലൗഡാണ് ഇവിടെ പറയുന്ന ആ സർവശക്തനായ പ്രപഞ്ചബോധം എന്ന് നമുക്ക് കരുതാൻ പറ്റും. വളരെ നല്ലൊരു ഉദാഹരണമാണത്. അതായത്, നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ വെറും ഒരു ഫോൺ മാത്രമാണെന്നാണ്. പക്ഷെ ആക്ച്വലി നമ്മൾ ആ വലിയ നെറ്റ്വർക്കിന്റെ ഒരു ഭാഗമാണ്. ഈ ഒരു അനാലോഗി ശരിയാണോ ഞാൻ പറഞ്ഞത്? 100% ശരിയാണ്. ആധുനിക സാങ്കേതിക വിദ്യ വെച്ച് ഈ പുരാതനമായ തത്വചിന്തയെ വിശദീകരിക്കാൻ ഇതിലും നല്ലൊരു ഉദാഹരണമില്ല. സ്മാർട്ട് ഫോണും ക്ലൗഡും തമ്മിലുള്ള അതേ ബന്ധം തന്നെയാണ് നമ്മുടെ ഈ മനസ്സും ആ വലിയ പ്രപഞ്ചബോധവും തമ്മിലുള്ളത്. അപ്പോ പിന്നെ എവിടെയാണ് പ്രശ്നം വരുന്നത്? പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മനുഷ്യർ മിക്കവാറും ജീവിക്കുന്നത് നമ്മുടെ ഈ ഫോൺ ഒരു തരം എയർപ്ലെയിൻ മോഡിൽ ഇട്ടിട്ടാണ്. എയർപ്ലെയിൻ മോഡ്? അതൊരു കിടിലൻ പ്രയോഗമാണ് കേട്ടോ. അതെ, ഞാൻ ഈ കാണുന്ന ശരീരമാണ്, എന്റേതായ ഈ ചെറിയ പ്രശ്നങ്ങളാണ് എന്റെ മൊത്തം ലോകം എന്ന് നമ്മൾ ചുരുങ്ങി ചിന്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ആ വലിയ ക്ലൗഡുമായുള്ള കണക്ഷൻ സ്വയം കട്ട് ചെയ്യുകയാണ്. ഓ, അതായത് ആ മാനസികാവസ്ഥയാണ് ഇവിടെ വിഷയം. കൃത്യം. ഈ കുറിപ്പുകളിൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അഥവാ മാനസികാവസ്ഥ എന്നതിനെ വളരെ പ്രാധാന്യത്തോടെ കാണുന്നുണ്ട്. ഈ മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ കണക്ഷൻ സ്റ്റാറ്റസ് ആണ്. നമ്മൾ ആ വലിയ ബോധവുമായി കണക്റ്റഡ് ആണ് എന്ന തിരിച്ചറിവുള്ള അവസ്ഥയാണ് ഏറ്റവും മികച്ച മാനസികാവസ്ഥ. കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ എനിക്കിവിടെ ഒരു ചെറിയ സംശയമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രായോഗികമായ പ്രശ്നം എന്ന് പറയാം. എന്താണ് ആ പ്രശ്നം? അതായത്, എന്റെ മനസ്സ് ഈ പറയുന്ന വലിയ പ്രപഞ്ചബോധവുമായി, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ക്ലൗഡുമായി എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ട്രാഫിക്കിൽ പെട്ടുകിടക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നത്? അത് സ്വാഭാവികമായ ഒരു ചോദ്യമാണ്. അല്ലെങ്കിൽ ഇപ്പോ ഓഫീസിലെ ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ വല്ലാതെ ടെൻഷൻ അടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന മഹാബന്ധം അല്ലെങ്കിൽ കണക്ഷൻ അപ്പൊ എവിടെ പോകുന്നു? അവിടെ സിഗ്നൽ കട്ടാവുകയാണോ? ആക്ച്വലി അവിടെയാണ് ഈ കുറിപ്പുകളിൽ പറയുന്ന അജ്ഞത അഥവാ ഇഗ്നോറൻസ് എന്ന വാക്കിന്റെ പ്രസക്തി വരുന്നത്. ട്രാഫിക്കിലെ ആ ദേഷ്യത്തിന് കാരണം ഈ അജ്ഞതയാണ്. അജ്ഞത എന്ന് പറയുമ്പോ അത് വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, നമ്മൾ സാധാരണ പറയുന്ന വിവരമില്ലായ്മ അല്ല ഇത്. മറിച്ച് നമ്മുടെ യഥാർത്ഥ സ്വത്വത്തെക്കുറിച്ചുള്ള മറവിയാണ് ഇവിടെ അജ്ഞത എന്ന് പറയുന്നത്.
നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ സ്മാർട്ട് ഫോൺ ഉദാഹരണം തന്നെ എടുക്കാം. അതെടുക്കാം. ആ ഫോൺ താൻ വെറും ഒരു ഹാർഡ്വെയർ മാത്രമാണെന്നും തന്റെ ബാറ്ററി തീർന്നാൽ എല്ലാം അവസാനിക്കുമെന്നും ഭയപ്പെടുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ആ വലിയ നെറ്റ്വർക്കിന്റെ ഭാഗമാണെന്ന കാര്യം അത് മറന്നുപോകുന്നു. ഓ, അതായത് താൻ ഈ ചെറിയ ശരീരം മാത്രമാണെന്ന് വിശ്വസിക്കുന്ന അവസ്ഥ. അതെ, ഈ ഒരു അജ്ഞതയിൽ നിന്നാണ് രണ്ടാമത്തെ പ്രശ്നമായ വിവേചനം അഥവാ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവുന്നത്. വിവേചനം എന്നതുകൊണ്ട് ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ ഈ സമൂഹത്തിൽ കാണുന്ന ജാതി മത വിവേചനങ്ങളാണോ? അങ്ങനെയുള്ള വിവേചനങ്ങളല്ല. ഇത് അടിസ്ഥാനപരമായ ഒരു മാനസിക വിവേചനമാണ്. അതായത് ഞാൻ വേറെ, മറ്റുള്ളവർ വേറെ എന്നുള്ള തോന്നല്. ക്ലൗഡുമായുള്ള ആ കണക്ഷൻ നമ്മൾ മറക്കുമ്പോൾ നമ്മൾ സ്വന്തം ശരീരത്തെയും അതിന്റെ നിലനിൽപ്പിനെയും കുറിച്ച് മാത്രം ഭയങ്കരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അപ്പൊ അവിടെ ഒരു സ്വാർത്ഥത വരും അല്ലേ? കൃത്യമായിട്ടും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആ ട്രാഫിക്കിന്റെ കാര്യം തന്നെ എടുക്കാം. ട്രാഫിക്കില് നിങ്ങളുടെ മുന്നിൽ പെട്ടെന്ന് കയറുന്ന വണ്ടിക്കാരൻ നിങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഒരു ഭീഷണിയാണെന്ന് നിങ്ങളുടെ മനസ്സ് തെറ്റിദ്ധരിക്കുകയാണ്. അവിടെയാണ് എന്റേത് നിന്റേത് എന്ന കടുത്ത വേർതിരിവുകൾ ഉണ്ടാകുന്നത്. അപ്പോ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം ഈ ഒരു അജ്ഞതയിലാണെന്ന സാരം. അതെ, ഈ വിവേചനവും അജ്ഞതയുമാണ് എല്ലാ പ്രശ്നങ്ങളുടെയും വേര്. ഒരു നിമിഷം നിൽക്കൂ, എനിക്കിതിലൊരു വിയോജിപ്പുണ്ട്. അതായത് ഈ ഭൗതിക ശരീരത്തെ ഒരു തടസ്സമായി കാണുന്ന ഈ കാഴ്ചപ്പാടിനോട് എനിക്ക് 100% യോജിക്കാൻ കഴിയുന്നില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഒരാള് കടുത്ത പട്ടിണിയിലാണെന്ന് കരുതുക, അല്ലെങ്കിൽ അയാൾക്ക് അതികഠിനമായ മൈഗ്രെയിൻ ഉണ്ടെന്ന് കരുതുക. അവിടെ അയാളുടെ ഭൗതിക ശരീരം അയാളുടെ സന്തോഷത്തിന് ഒരു വലിയ തടസ്സം തന്നെയല്ലേ? തീർച്ചയായും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഭൗതിക ശരീരം ഒരു വില്ലനല്ല എന്നതാണ് സത്യം. ശരീരത്തിന് അതിൻ്റെതായ ചില അടിസ്ഥാന ആവശ്യങ്ങളുണ്ട്. ഭക്ഷണം, ഉറക്കം, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ? അതെ അതെ, ഭക്ഷണം, ഉറക്കം, ആരോഗ്യം, ഇതൊക്കെ ശരീരത്തിന്റെ ആവശ്യങ്ങളാണ്. ഈ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാതെ വരുമ്പോൾ ശരീരം സ്വാഭാവികമായും ചില അപായ സൂചനകൾ തരും. അതാണ് നിങ്ങൾ പറഞ്ഞ ആ വേദന അല്ലെങ്കിൽ ക്ഷീണം എന്നൊക്കെ പറയുന്നത്. അപ്പോ അതൊരു അലാം പോലെയാണെന്ന് പറയാം. കൃത്യം, ഒരു അലാം അടിക്കുന്നത് പോലെ. ഇവിടെ പ്രശ്നം ശരീരത്തിൻ്റെതല്ല, മറിച്ച് ഈ ആവശ്യങ്ങളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ്. നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഈ ഹാർഡ്വെയറിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ നമ്മൾ ആ അപായ സൂചനകളെ നമ്മുടെ മുഴുവൻ അസ്തിത്വവുമായി തെറ്റിദ്ധരിക്കുകയാണ്. എന്നുവെച്ചാൽ വേദനയുണ്ടാകുമ്പോൾ ഞാൻ എന്നത് ആ വേദന മാത്രമായി ചുരുങ്ങുന്നു. അതെ, ഈ കുറിപ്പുകളിൽ ഭൗതിക അസ്തിത്വത്തെ ഒരു യാഥാർത്ഥ്യമായിട്ട് തന്നെ അംഗീകരിക്കുന്നുണ്ട്. അതിനെ ഇല്ലാതാക്കാനോ അവഗണിക്കാനോ അല്ല പറയുന്നത്, മറിച്ച് അതിനെ കൃത്യമായി കൈകാര്യം ചെയ്യാനാണ്. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യാം? വിശപ്പും വേദനയും ഒക്കെയുള്ള ഈ ശരീരത്തെ വെച്ചുകൊണ്ട് തന്നെ ആ വലിയ പ്രപഞ്ച ബോധത്തിലേക്ക് ഞാൻ എങ്ങനെ തിരികെ കണക്ട് ചെയ്യും? അതിനാണ് ഈ പ്രഭാഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണത്? കൃത്യനിഷ്ഠ അല്ലെങ്കിൽ ചിട്ട എന്ന് പറയാം. ഇംഗ്ലീഷിൽ റെഗുലാരിറ്റി എന്ന് പറയും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു കൃത്യനിഷ്ഠ കൊണ്ടുവരിക എന്നതാണ് ഈ പറയുന്ന അജ്ഞതയെ മറികടക്കാനുള്ള ആദ്യത്തെ പടി. കൃത്യനിഷ്ഠ. അത് കേൾക്കുമ്പോൾ വളരെ ലളിതമായ ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ടല്ലോ. ലളിതമായി തോന്നാം, പക്ഷേ ഇതിന്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. സമയത്തിന് ഭക്ഷണം കഴിക്കുക, കൃത്യമായി ഉറങ്ങുക, ദിനചര്യകൾ പാലിക്കുക, ഇതൊക്കെയാണ് ഈ ചിട്ട. ഒരു മിനിറ്റ്, ഈ കൃത്യസമയത്ത് ഞാൻ ഉച്ചഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ് എന്നെ ദൈവവുമായി അല്ലെങ്കിൽ ആ വലിയ പ്രപഞ്ചവുമായി ബന്ധിപ്പിക്കുന്നത്? എനിക്ക് ആ ഒരു കണക്ഷൻ അത്ര പിടികിട്ടുന്നില്ല. ഇതിന്റെ ആ ഒരു മെക്കാനിസം എങ്ങനെയാണ്? ഞാനത് വിശദമാക്കാം. ഇതിന്റെ ജീവശാസ്ത്രപരവും മാനസികവുമായ പ്രവർത്തന രീതി നമ്മൾ മനസ്സിലാക്കണം. ചിട്ടയില്ലാത്ത ഒരു ശരീരത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആലോചിക്കാം. നിങ്ങൾ ദിവസങ്ങളോളം കൃത്യമായി ഉറങ്ങാതിരിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ ശരീരത്തിൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ശരീരത്തിൽ കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകൾ ഭയങ്കരമായിട്ട് വർദ്ധിക്കും. അതെ, നമുക്ക് വല്ലാത്തൊരു സ്ട്രെസ് ഫീൽ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ശരീരം ഒരു സർവൈവൽ മോഡിലേക്ക്, അതായത് ഒരു അതിജീവന മോഡിലേക്ക് മാറുകയാണ്. ഈ അവസ്ഥയിൽ നിങ്ങളുടെ ശരീരം നിരന്തരം ഒരുതരം ബയോളജിക്കൽ നോയിസ്, അതായത് ശാരീരികമായ വലിയൊരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബയോളജിക്കൽ നോയ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ അസ്വസ്ഥതകൾ. അതെ, വിശപ്പ്, ക്ഷീണം, അസ്വസ്ഥത എന്നീ രൂപത്തിലുള്ള ആ വലിയ ശബ്ദത്തിൽ പ്രപഞ്ചബോധത്തിന്റെ വളരെ നേർത്ത സിഗ്നലുകൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയാതെ വരുന്നു. ആ ക്ലൗഡ് സിഗ്നൽ ഈ നോയ്സ് കാരണം കട്ടാവുന്നു. ഓ, ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. നോയ്സ് കൂടുമ്പോ സിഗ്നൽ ഡ്രോപ്പ് ആവുന്നു. കൃത്യം. നിങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നന്നായി ഉറക്കം ലഭിക്കാത്ത ഒരു ദിവസം നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയാണെന്ന്.
സത്യം പറഞ്ഞാൽ ഭയങ്കര ദേഷ്യായിരിക്കും. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അതെ, നിങ്ങൾ മറ്റുള്ളവരോട് ഒട്ടും പരിഗണനയില്ലാത്ത ഒരാളായി മാറുന്നില്ല അന്ന്. അതാണ് ഈ അജ്ഞതയും വിവേചനവും നിങ്ങളെ കീഴടക്കുന്നു എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ ജീവിതത്തിൽ കൃത്യനിഷ്ഠ പുലർത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ശാരീരികമായ ശബ്ദങ്ങൾ ഇല്ലാതെയാകും. അതെ, ആ ബയോളജിക്കൽ നോയ്സ് ഇല്ലാതാകുന്നു. ശരീരം ശാന്തമാകുമ്പോൾ മനസ്സിന് ആ വലിയ ക്ലൗഡുമായുള്ള കണക്ഷൻ വീണ്ടെടുക്കാൻ വളരെ എളുപ്പമാകുന്നു. ആ, വിശദീകരണം വളരെ കൃത്യമാണ് കേട്ടോ. അതായത് ശരീരത്തെ ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ അല്ല നമ്മൾ ചെയ്യേണ്ടത്, മറിച്ച് അതിനെ അതിന്റെ ഏറ്റവും മികച്ച സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുകയാണ് വേണ്ടത്. അതെ, ആ ഒരു ബാലൻസ് ആണ് പ്രധാനം. നമ്മുടെ ആ ഫോൺ അനാലജിയിലേക്ക് വന്നാൽ, ഹാർഡ്വെയർ ചൂടാകാതെ കൃത്യമായി പ്രവർത്തിക്കുമ്പോഴാണ് കണക്ഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നത് എന്നർത്ഥം. അപ്പോ ശാരീരികമായ അച്ചടക്കം മാനസികമായ വ്യക്തതയിലേക്ക് നമ്മളെ നയിക്കുന്നു, അല്ലേ? കൃത്യമായി പറഞ്ഞു. അപ്പോഴാണ് ആ വിവേചനങ്ങൾ ഇല്ലാതാകുന്നത്. ഞാൻ വേറെ, ലോകം വേറെ എന്ന തോന്നൽ മാറി എല്ലാം ഒന്നാണെന്ന് ബോധത്തിലേക്ക് നമ്മൾ എത്തുന്നത് അപ്പോഴാണ്. ഈ ഒരു ആന്തരികമായ ശാന്തത കൈവരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പുറത്തുള്ള സമൂഹവുമായി ശരിയായ രീതിയിൽ ഇടപെടാൻ കഴിയൂ. അവിടെയാണ് എന്റെ അടുത്ത ചോദ്യം വരുന്നത്. നമ്മളിപ്പോ നമ്മുടെ ആന്തരിക അവസ്ഥയെക്കുറിച്ചും ശരീരത്തിന്റെ ചിട്ടയെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു. ഇതിൽ സമൂഹത്തെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ടല്ലോ. അതെ, സമൂഹവുമായുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ടതിൽ. അതായത് സമൂഹത്തിന്റെ വികാരങ്ങൾ മനസ്സിലാക്കുക, പിന്നെ മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ജീവിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആക്ച്വലി ഇതൊരു അപകടകരമായ ഉപദേശമായിട്ട് എനിക്ക് തോന്നുന്നു. അപകടകരമോ? അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്? അതായത് മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് അനുയോജ്യമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ സമൂഹത്തെ എപ്പോഴും പ്രീതിപ്പെടുത്തി ജീവിക്കുക എന്നല്ലേ അർത്ഥം. ഇംഗ്ലീഷിൽ നമ്മൾ പീപ്പിൾ പ്ലീസിങ് എന്ന് പറയില്ലേ, അത് തന്നെ. പലർക്കും അങ്ങനെ ഒരു സംശയം വരാം. അല്ല, അവരെന്ത് വിചാരിക്കും എന്ന് കരുതി എന്റെ സ്വന്തം ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും ഞാൻ എന്തിനു മാറ്റിവെക്കണം? സ്വന്തം ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തി സമൂഹത്തെ സന്തോഷിപ്പിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അത് നമുക്ക് വലിയൊരു മാനസിക സമ്മർദ്ദമല്ലേ ഉണ്ടാക്കുക? ഒരിക്കലുമല്ല. നിങ്ങൾ ഈ പറഞ്ഞ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുക എന്നതും ഈ കുറിപ്പുകളിൽ പറയുന്ന സഹാനുഭൂതി അഥവാ എമ്പതി എന്നതും തമ്മിൽ വളരെ വളരെ വലിയ വ്യത്യാസമുണ്ട്. എന്ത് വ്യത്യാസം? രണ്ടും പുറമെ നോക്കുമ്പോൾ ഒന്ന് തന്നെയല്ലേ? അല്ല, നമ്മള് നേരത്തെ പറഞ്ഞ ആ ക്ലൗഡ് അനലോജിയിലേക്ക് തന്നെ തിരിച്ചു പോകാം. അന്ധമായി മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആക്ച്വലി ഭയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഭയത്തിൽ നിന്നോ? അതെങ്ങനെയാണ്? അതായത് താൻ ഒറ്റപ്പെട്ടവനാണെന്നും ഈ സമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവനാണെന്നുമുള്ള അജ്ഞതയിൽ നിന്ന് വരുന്ന ഭയം. അവർ തന്നെ ആക്രമിക്കുമോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുമോ എന്ന ഭയം കൊണ്ടാണ് പലരും മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നത്. അതാണ് പീപ്പിൾ പ്ലീസിങ്. ഓ, ഓക്കേ. അപ്പൊ അതൊരു സർവൈവൽ ടാക്ടിക് ആണല്ലേ? അതെ. എന്നാൽ ഇവിടെ പറയുന്ന തത്വം അതല്ല, പൂർണ്ണമായും വ്യത്യാസമാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥ സഹാനുഭൂതി എന്ന് പറയുന്നത്? നിങ്ങളുടെ മനസ്സ് ആ വലിയ പ്രപഞ്ചബോധത്തിന്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഓരോ വ്യക്തിയുടെയും മനസ്സും ആ ഒരേ നെറ്റ്വർക്കിന്റെ തന്നെ ഭാഗമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതെ, എല്ലാവരും ഒരേ ക്ലൗഡിൽ തന്നെയാണ്. അതെ, നാം എല്ലാവരും ആത്യന്തികമായി ആ ഒരൊറ്റ ക്ലൗഡിലേക്കാണ് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ വേദനയോ വികാരങ്ങളോ നമ്മൾ പരിഗണിക്കുന്നത് കേവലം അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ്? മറിച്ച് അവർ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനല്ല എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് കൊണ്ടാണ്. ആ ഒരു ബോധ്യത്തിൽ നിന്നാണ് യഥാർത്ഥ എമ്പതി വരുന്നത്. ഓ വാവ്. അതായത് ഞാൻ മറ്റൊരു വ്യക്തിയെ മനഃപൂർവ്വം വേദനിപ്പിക്കുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ എന്റെ നെറ്റ്വർക്കിലേക്ക് ഒരു വൈറസിനെ കയറ്റിവിടുകയാണോ? കൃത്യമായി പറഞ്ഞു. ഞാൻ എന്നെ തന്നെയാണ് ദ്രോഹിക്കുന്നത് എന്നാണോ ഇതിന്റെ അർത്ഥം? അതാണ് ഇതിന്റെ ഏറ്റവും ശരിയായ വായന. അവിടെയാണ് യഥാർത്ഥ സഹാനുഭൂതി ഉണ്ടാകുന്നത്. മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് അനുയോജ്യമായി പ്രവർത്തിക്കുക എന്നത് ഒരിക്കലും നിങ്ങളെ തന്നെ ചെറുതാക്കലല്ല, മറിച്ച് നിങ്ങളെ കൂടുതൽ വിശാലമാക്കലാണ്. അതൊരു ഭയങ്കര ചിന്തയാണ് കേട്ടോ. ഇപ്പോ ഓഫീസിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നിങ്ങൾ അവരെ നിങ്ങളിൽ നിന്ന് വേറിട്ടൊരു വ്യക്തിയായി കാണരുത്, മറിച്ച് നിങ്ങളുടെ തന്നെ മറ്റൊരു പതിപ്പായി കാണുക. അതെ, ഒരേ നെറ്റ്വർക്കിന്റെ മറ്റൊരു നോഡ് പോലെ. അതെ, അവരുടെ വികാരങ്ങളെ മാനിക്കുക എന്നത് ആത്യന്തികമായി നിങ്ങളോടുള്ള തന്നെ സ്നേഹത്തിന്റെ ഒരു പ്രതിഫലനമായി മാറുന്നു. അപ്പോൾ
അപ്പോൾ പിന്നെ നമുക്ക് സമൂഹത്തെ പേടിച്ച് ജീവിക്കേണ്ടി വരില്ല. സമൂഹവുമായി ഇഴുകിച്ചേർന്ന് വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. ഇത് ഒരു വലിയ കാഴ്ചപ്പാടാണ്. നമ്മൾ പലപ്പോഴും ആത്മീയതയെയും നമ്മുടെ ഈ ഭൗതിക ജീവിതത്തെയും രണ്ടായിട്ടാണല്ലോ കാണാറുള്ളത്. എന്നാൽ ഇവിടെ ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്ന് തെളിയുകയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു ചങ്ങലയിലെ കണ്ണികൾ പോലെ പരസ്പരം കണക്റ്റഡ് ആണ്. അതെ, അതാണ് ഈ ഇൻപവാഴ്ക്കൈ എന്ന ആശയത്തിന്റെ സൗന്ദര്യം. ഈ ആഴത്തിലുള്ള അന്വേഷണം നമ്മെ കൊണ്ടുചെന്ന് എത്തിച്ചത് വളരെ പ്രായോഗികമായ ചില ചിന്തകളിലേക്കാണ്. നമ്മൾ ഒരിക്കലും ഒറ്റപ്പെട്ട ഒരു തുരുത്തല്ല, മറിച്ച് ആ അനന്തമായ പ്രപഞ്ച ബോധത്തിന്റെ ഭാഗമാണെന്ന തിരിച്ചറിവാണ് ആദ്യം ഉണ്ടാകേണ്ടത്. ശരിയാണ്, ആ തിരിച്ചറിവാണ് ബേസ്. പിന്നെ നമ്മുടെ ശരീരമല്ല വില്ലൻ, മറിച്ച് നമ്മുടെ ശരീരത്തെ കൃത്യമായി പരിപാലിക്കാതിരിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന വലിയൊരു ശാരീരിക അസ്വസ്ഥതയാണ് ആ വലിയ കണക്ഷനെ ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് കൃത്യനിഷ്ഠയിലൂടെ ശരീരത്തെ ആദ്യം സന്തുലിതമാക്കുക. അതെ, ചിട്ടയായ ജീവിതം വളരെ പ്രധാനമാണ്. അതിലൂടെ ലഭിക്കുന്ന ആ ഒരു ശാന്തത ഉപയോഗിച്ച് മറ്റുള്ളവരെല്ലാവരും ആ ഒരേ നെറ്റ്വർക്കിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി സഹാനുഭൂതിയോടെ ജീവിക്കുക. അപ്പോഴാണ് ഈ കുറിപ്പുകളിൽ പറയുന്ന ആ സന്തോഷകരമായ ജീവിതം യഥാർത്ഥത്തിൽ സാധ്യമാകുന്നത്. കൃത്യമായി സംഗ്രഹിച്ചു. അപ്പൊ നിങ്ങൾ ഈ കേട്ട വിവരങ്ങൾ കേവലം ഒരു അറിവായി മാത്രം അവശേഷിപ്പിക്കരുതെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പ്രാപ്തിയുള്ളവയാണ്. അതെ, ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് അതിന് യഥാർത്ഥ ജീവൻ വെക്കുന്നത്. വെറും സിദ്ധാന്തങ്ങൾ ജീവിതാനുഭവങ്ങളായി മാറുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ വളരുന്നത്. തീർച്ചയായും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ അന്വേഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്വന്തമായി ചിന്തിക്കാൻ കഴിയുന്ന ഒരു വലിയ ചോദ്യം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണത്? നിങ്ങളുടെ മനസ്സിന്റെ മറ്റേ അറ്റം ആ വലിയ പ്രപഞ്ചബോധമാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഓരോ വ്യക്തിയുടെയും മനസ്സിന്റെ അവസ്ഥയും അതുതന്നെയാണല്ലോ. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അടുത്ത തവണ ആരോടെങ്കിലും ഒരു വലിയ തർക്കത്തിൽ ഏർപ്പെടുമ്പോഴോ ഒന്നോർക്കുക. അതെ, അതൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അവിടെ യഥാർത്ഥത്തിൽ രണ്ടു വ്യക്തികളാണോ പരസ്പരം സംവദിക്കുന്നത്, അതോ ആ ഒരൊറ്റ പ്രപഞ്ച ശക്തി തന്നെ രണ്ട് വ്യത്യസ്ത ശരീരങ്ങളിലൂടെ നിന്ന് പരസ്പരം സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്യുകയാണോ? ഈ ഒരു ചിന്ത നിങ്ങളുടെ അടുത്ത സംഭാഷണത്തെ എങ്ങനെ മാറ്റിമറിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതൊരു മനോഹരമായ ചിന്തയാണ്. എല്ലാവരും ഇതൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. അതെ. അപ്പോൾ ഈ ആഴത്തിലുള്ള അന്വേഷണത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം.